അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു യൂസുഫിലെ അവസാനത്തെ വചനം ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ഇവിടെ നമ്മൾ വിശദീകരിച്ചു. അവിടെ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു അവരുടെ കഥകളിൽ ഇബ്രത്തുണ്ട് എന്ന് പറഞ്ഞു. ഇബ്രത്ത്, ആ ഇബ്രത്തിൻ്റെ വിഷയങ്ങൾ ഏതെന്ന് നമ്മൾ പറഞ്ഞത്. സാമൂഹിക പാഠങ്ങൾ, ശാസ്ത്രീയ മീമാംസകൾ, സാമ്പത്തിക കാര്യങ്ങൾ, അതേപോലെ മാനസിക പ്രശ്നങ്ങൾ, അതിനുള്ള വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സ്വഭാവ കാര്യങ്ങൾ, വിശ്വാസ വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി അതിൻ്റെ മേഖലകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ വൈവിധ്യങ്ങൾ, അതൊക്കെ ഒരു വലിയ ഹെഡിങ് അല്ലേ. അതിൻ്റെ കീഴിൽ ഓരോ വൈവിധ്യ വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു ഈ ഇബ്രത്ത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് തന്നെ നമ്മളങ്ങനെ പറഞ്ഞു പോവുക ചെയ്തത്. അതൊരു മഹാസാഗരാണ്. സൂറത്ത് യൂസുഫ് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു വലിയ വലിയ വിഷയങ്ങളാണ്. കുറേ കാര്യങ്ങൾ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആകാര സൗഷ്ഠവം, സൗന്ദര്യം അല്ലേ, ഷത്റുൽ ഹുസ്ൻ, സൗന്ദര്യത്തിൻ്റെ പകുതി. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിൻ്റെ പകുതി എന്നും അതല്ല, സൗന്ദര്യം അതിനെ നമ്മൾ മുഖവിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അളവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നൽകപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം, സാറ അലൈഹി വസ്സലാം അവർ വളരെ സുന്ദരന്മാരായിരുന്നു. ആ സൗന്ദര്യം വന്നിറങ്ങിയ പേരക്കുട്ടിയാണ് യൂസുഫ് അലൈഹി സ്വലാം എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമോ ശാരീരിക വടിവോ തികവോ അല്ല അദ്ദേഹത്തിന് ഇതൊന്നും നേടിക്കൊടുത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ആത്മീയതയാണ്, ധാർമ്മികതയാണ്, ജ്ഞാനമാണ്, മാനസികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ സുഹൃത്ത് യൂസുഫിൽ എന്തൊക്കെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കുന്നു. അതൊക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യം ആണ്. ഏത് സൗന്ദര്യം? അദ്ദേഹത്തിൻ്റെ ആദർശം, ആത്മീയത, ധാർമ്മികത, അതാണ്. അല്ലാതെ അദ്ദേഹം ഏറ്റവും സുന്ദരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപരിപ്ലവമായ ആ സൗന്ദര്യമല്ല അതിലൊന്നും വരുന്നത്. അതിൽ നിന്നല്ല നമ്മൾ പാഠം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉപരിപ്ലവമായ സൗന്ദര്യമല്ല, ഉള്ളിൻ്റെ സൗന്ദര്യം, അതാണ് പ്രധാനം. അങ്ങനെ കുറേ പാഠങ്ങൾ സുഹൃത്ത് യൂസുഫ് പാഠങ്ങളുടെ വിഷയത്തിൽ, ഗുണപാഠങ്ങളുടെ വിഷയത്തിൽ മഹാത്ഭുതം. ഏതായാലും ലി ഉലിൽ അൽബാബ് എന്താ ഉലിൽ അൽബാബ്? അൽബാബ് എന്നുള്ളത് ലുബിൽ നിന്നാണ്. ലുബ് എന്താ? ലുബ്, നമുക്ക് ലുബും ഉണ്ട്, ഖിഷ്റ ഉണ്ട്. ഖിഷ്റ എന്ന് പറഞ്ഞാൽ തൊലി, ലുബ് പറഞ്ഞാൽ ജൗഹർ, കാമ്പ്. ഇവിടെ ലുബുൻ എന്നതിൻ്റെ ബഹുവചനാണ് അൽബാബ്. ലുബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കാമ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, നേരിട്ട അർത്ഥം. പക്ഷെ ഇവിടെ ബുദ്ധിയാണ്. ലി ഉലിൽ അൽബാബ്, ലുബുകൾ ഉള്ളവർക്ക്, ബുദ്ധി ഉള്ളവർക്ക് എന്നർത്ഥം. തൊലിയും അതേപോലെ തന്നെ കാമ്പും. അല്ലാഹു സുബ്ഹാനഹു വ തആല തലച്ചോറിന്, ബുദ്ധിക്ക് ലുബ് എന്നാണ് പറഞ്ഞത്. അഖ്ലും ഉഖൂലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫിക്റിനെ കുറിച്ച് പറഞ്ഞിട്ട്, ബസറിനെ കുറിച്ച് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ലുബും പ്രയോഗിച്ചു. ലി ഉലിൽ അൽബാബ്, ലുബുകൾ ഉള്ളവർക്ക് ഇബ്റത്തുൻ എന്നാണ്. പണ്ഡിതന്മാർ ഇവിടെ ഉണർത്തുന്നൊരു വിഷയമാണ്. ഇസ്ലാം ബുദ്ധിയെ, ദിഷണയെ ഏറെ പരിഗണിച്ച മതമാണ്. ലുബിനെ അതുകൊണ്ടല്ലേ പ്രയോഗിച്ച ലി ഉലിൽ അൽബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കരഞ്ഞ ആയത്തിൽ ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അതേപോലെ വേറെ വചനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നിങ്ങളവിടെ
ബുദ്ധിയേറെ പരിഗണിച്ച മതമാണ്. അതുകൊണ്ടാണ് ലഅല്ലഹും യതഫക്കറൂൻ, ലഅല്ലഹും യഅഖിലൂൻ, അതേപോലെ തന്നെ ലഅല്ലഹും യഫ്ഖഹൂൻ, ലഅല്ലഹും യതദക്കറൂൻ, അതേപോലെ അഫലാ യഅഖിലൂൻ അഫലാ തഅഖിലൂൻ, ഇങ്ങനെ പിന്നെ പിന്നെ വചനങ്ങൾ ഒക്കെ വിശുദ്ധ ഖുർആനിൽ. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ ഏറ്റവും മോശം ജീവി, ദവാബ് ഏറ്റവും മോശം ജീവി, ഭൂമിക്ക് ഉപരിയിൽ അല്ലെങ്കിൽ ഉണ്മയുടെ ലോകത്ത് ചലിക്കുന്നതിൽ ഏറ്റവും ഷർറ് എന്താ? അസുമ്മുൽ ബുക്കുമുല്ലദീന ലാ യഅഖിലൂൻ. സുമ്മുൽ ബുക്ക്, സുമ്മുൽ ബുക്കും, സും എന്ന് പറഞ്ഞാൽ ബദിരൻ, ബുക്ക് എന്ന് പറഞ്ഞാൽ ഊമ, മൂകൻ അല്ലേ, ഊമകൾ, ബദിരർ. അസുമ്മുൽ ബുക്കും അല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്തവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിന്തക്ക്, മൂളക്ക്, തലച്ചോറിന് വലിയ സ്ഥാനം കൽപ്പിച്ച ദീനാണ് നമ്മുടെ ദീൻ. പക്ഷേ പടച്ചവൻ്റെ മുകളിലേക്ക് ആരും എന്തും ചെയ്യാൻ പാടില്ലതല്ല, ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് പ്രശ്നം വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പാണ് ആര്? ബുദ്ധി. മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം നേടുന്നു, ഒന്നുമില്ലാതെ വന്ന് എല്ലാം നേടുന്നു. അത് ശരിയാണ്, പടച്ചോൻ കൊടുത്ത ബുദ്ധിയുണ്ട്. പക്ഷേ ഈ ബുദ്ധിയും പടച്ചോന് വഴിപ്പെടണം എന്നുള്ള വിഷയത്തിലാണ്, വഴിപ്പെടുത്തണം എന്നുള്ള വിഷയത്തിലാണ് പ്രശ്നം വന്നത്. ചിലർ എന്ത് ചെയ്യില്ല, ഈ ബുദ്ധി തന്ന റബ്ബിനെ പിന്നെ എന്ത് ചെയ്യില്ല, റബ്ബിനെ ഈ ബുദ്ധിയെ കീഴ്പ്പെടുത്തൂല. ബുദ്ധി ശരിയാണ്, പിന്നെ മനുഷ്യന് വലിയ അനുഗ്രഹമാണ്, മനുഷ്യനെ കൊണ്ട് എല്ലായിടത്തും എത്തും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ബുദ്ധിയും അള്ളാഹിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമാണ്. അള്ളാഹ്ക്ക് കീഴ്പ്പെടണം എന്നുള്ള വിഷയത്തിൽ പലരും തെറ്റി. അതിൽ നിരീശ്വര നിർമ്മതവാദികളും അങ്ങനെയുള്ളവരൊക്കെ പറയേണ്ടതില്ല. പക്ഷേ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ അഖലാനികൾ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ, പിന്നെ ബൗദ്ധികന്മാർ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ, അവർ എന്ത് ചെയ്തു, ഈ വഹയി വന്നാൽ, നഖല് വന്നാൽ, പ്രമാണം വന്നാൽ, വഹയി വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ആ വഹയിന് ബുദ്ധി കീഴ്പ്പെടണം. സഹീഹായ ബുദ്ധിയാണോ? അതൊരിക്കലും സരീഹായ നഖലിന്, വഹയിന് എതിരാവില്ല, അത് കട്ടായാണ്. പക്ഷേ മനുഷ്യൻ ബുദ്ധിയുടെ വിഷയത്തിലും പരിമിതനാണ്. പക്ഷേ ഈ പരിമിതിയെ ഉൾക്കൊള്ളാതെയാണ് പലരും എന്ത് ചെയ്യണത്? ബുദ്ധി കൊണ്ട് കളിക്കണത്. അതുകൊണ്ട് അവർക്ക് ഈ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട, മതവിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അവരിങ്ങനെ ബുദ്ധി കൊണ്ട് അളക്കും, തൂക്കും. എന്നിട്ട് ഇതിനൊത്തത് അവർ കൊള്ളും, ഒത്തില്ല എന്ന് അവർക്ക് തോന്നുന്നത് അവർ തള്ളുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം വരുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ ഇബ്നു ഖൽദൂനൊക്കെ പറഞ്ഞ പോലെ മുഖദ്ദിമയിൽ സ്വർണം തൂക്കുന്ന തുലാസുണ്ട്, വലിയ പാറ തൂക്കുന്ന തുലാസുണ്ട്. ഒരിക്കലും സ്വർണം തൂക്കുന്ന തുലാസിൽ ആരും പാറ തൂക്കാൻ കൊണ്ടുവരില്ല. കാരണം അത് തൂങ്ങൂല. അത് ഈ തുലാസിൻ്റെ പ്രശ്നമല്ല, തൂക്കാൻ കൊണ്ടുവരുന്നവരിൻ്റെയും ഈ തൂക്കപ്പെടുന്നതിൻ്റെയും പ്രശ്നമാണ്. പാറ തട്ടാൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളെ തുലാസിൽ ഈ പാറ ഒന്ന് തൂക്കണം എന്ന് പറഞ്ഞിട്ട്, ഇല്ല ഇതിലിത് തൂങ്ങൂല എന്ന് പറയുമ്പോൾ ആ തട്ടാനോട് ഈ പാറ തൂക്കാൻ കൊണ്ടുവരുന്നവൻ പ്രതികരിക്കുന്ന ഉണ്ടല്ലോ, അവൻ പൊട്ടനാണിയെങ്കിൽ അതേപോലത്തെ പ്രതികരണമാണ് പലപ്പോഴും ദീനിൻ്റെ തുലാസിൽ ചില വിഷയങ്ങൾ തൂക്കാൻ കൊണ്ടുവരുന്നവരുടെ കാര്യം. നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് പരിധിയുണ്ട്, കേൾവിക്ക് പരിധിയുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ സംവേദന ക്ഷമത, അതിനൊക്കെ അതിർത്തിയുണ്ട്. അതേപോലെയാണ് തലച്ചോറിനും പരിധിയുണ്ട്. ആ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കണം മതവിഷയങ്ങളിൽ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ നമ്മുടെ ദീനിൽ ചിന്തിക്കാനുള്ള വിഷയങ്ങൾ നോക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ആയാത്ത് അല്ലേ, ആയാത്തിൽ ചിന്തിക്കാൻ പറഞ്ഞില്ലേ? ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്നല്ലേ പറഞ്ഞത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈൽ. ആയാത്ത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ ചിന്തിക്കാൻ പറഞ്ഞു. ഈ ആയത്തിൽ മസ്മൂഅത്ത് ആയത്തുണ്ട്, അള്ളാഹിൻ്റെ ആയത്തുകളിൽ മസ്മൂഅത്ത് ആയത്തുണ്ട്, പിന്നെ മഅഖൂലത്തായ ആയത്തുണ്ട്. എന്താ മസ്മൂഅത്തായ ആയത്ത്? അതാണ് നമ്മൾ ഓതുന്ന ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്ന് പറയില്ലേ, ആലോചിക്കുന്നില്ലേ?
അപ്പോൾ മസ്മുഅത്തായ ആയത്ത് നമ്മൾ ഓതുന്ന ആയത്തുകൾ ഖുർആൻ വേദവചനങ്ങൾ അതാ അതിൽ ചിന്തിക്കാൻ നമ്മളോട് പറഞ്ഞു. പിന്നെ മാക്കൂലത്തായ ആയത്തുണ്ട്. മാക്കൂലത്തായ ആയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പിന്നെ മാക്കൂലത്തിൽ മഷ്ഹൂദ, നമുക്ക് ദൃശ്യമായി ഇത് കേൾക്കപ്പെടുന്നതാണ്. മറ്റേത് മഷ്ഹൂദത്ത്, നമുക്ക് അനുഭവവേദ്യവും ദൃശ്യവുമായിട്ടുള്ള ആയത്തുകളാണ്. അതാണ് എന്ത് ഈ ഉലകം, ഇതിലെ സൃഷ്ടിചരാചരങ്ങൾ അതിലൊക്കെ നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊക്കെ ചിന്തിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞ വിഷയമാണ് അള്ളാഹുവിൻ്റെ ആല അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയാം അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ ഫബി ഐ ആല ഇറബിക്കും ദൃഷ്ടാന്തങ്ങളും എന്നും പറയാം, അതിന് അനുഗ്രഹങ്ങളെന്നും പറയാം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുക, ഇത് പഠിച്ചവൻ തന്നതാണ്. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള പിന്നെ നമുക്കുള്ള അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ. അതേപോലെ തന്നെ ഈ ഉലകത്തിൽ ഒരിക്കലും എണ്ണിയാലും വർണ്ണിച്ചാലും തീരാത്ത അനുഗ്രഹങ്ങൾ, അതിൽ നമ്മളോട് ആലോചിക്കാൻ പറഞ്ഞു. ഇതൊക്കെ പഠിച്ചവൻ സൃഷ്ടിച്ചതാണ്, പഠിച്ചവൻ നമുക്ക് കീഴ്പ്പെടുത്തതെന്നാണ്, ഇതൊക്കെ അള്ളാഹിൻ്റെതാണ്. എന്നിട്ട് പിന്നെ അതിന് അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ശുക്റും തനാവും. ആ വിഷയത്തിലുള്ള ആലോചന പണ്ഡിതന്മാർ പറയുന്ന. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ടതാണ് നമ്മുടെ പിന്നെ വാജിബുൽ വഖ്ത്. അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ പ്രയോഗം. വാജിബുൽ വഖ്ത്, ടൈമിൻ്റെ സമയം, അതിൻ്റെ പിന്നെ അനിവാര്യതയിൽ ആലോചിക്കുക, ചിന്തിക്കുക. സമയത്തിൻ്റെ അനിവാര്യതയിൽ ആലോചിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ അമല് എത്ര അപര്യാപ്തം, നമ്മൾ അമലെടുക്കുന്നതിൽ എത്ര ശുഷ്കതയിൽ, പരിമിതിയിൽ നമ്മൾ ചെയ്യണില്ല, നമ്മൾ കുറവ്, ചെയ്യാത്തവർ, ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളുടേത് വേണ്ടത്ര ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇവിടെയാണ് ഈ ഇതിൽ വിഷയീഭവിക്കുന്നതാണ്. ഇങ്ങനെ പിന്നെ പല വിഷയങ്ങൾ പിന്നെ ഈ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ റബിയ ഇബ്നു റബിയ അൽ അസ്ലമി, അതെ, റബിയത്ത് ഇബ്നു ഖാബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ലേ, റബിയ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത, അതേ റസൂലുള്ളാഹിൻ്റെ ഒരു ഖാദിമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കിടക്കാൻ കിടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിൻ്റെ പുറത്തിരിക്കും. എന്തിനറിയോ? റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോൾ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി റസൂലുള്ളാഹി പിന്നെ കിടക്കുമ്പോൾ ഞാൻ കാതോർക്കും. അപ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ രാത്രി പറയുന്നുണ്ടാവും, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അദ്ദേഹം ശുദ്ധി വരുത്താനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ റബിയത്തിനെ പരിഗണിച്ചിട്ട് ചോദിക്കുകയാണ്, സൽനി യാ റബിയ, റബിയ എന്നോട് നിങ്ങൾ ചോദിക്കൂ. അപ്പോൾ എന്താ ചോദിച്ചത്? റബിയ പറയാണ്, യാ റസൂലല്ലാഹ്, അതൊരു വലിയ ചാൻസ് അല്ലേ, ഇസാലിനി റബിയ. എന്ത്? റബിയത്തുൽ അസ്ലമി എന്ന് പറഞ്ഞാൽ അഹ്ലു സുഫയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം വൃദ്ധനനാണ്, ഒന്നുമില്ല, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ചോദിക്കാണ്ട് ഈ ദുനിയാവിൽ ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനോട് ചോദിച്ച് നേടിക്കൊടുക്കുന്ന വിഷയമാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഹത്ത അതഫക്കറു ഫീ നഫ്സി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാം. ആലോചിക്കട്ടെ എന്നാണ്. പിന്നെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് പിന്നെ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, യാ റബിയ, പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ എന്താ പറഞ്ഞു? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പക്ഷേ അതിൽ നമ്മൾ പിന്നെ ഒരു വിഷയം, നമ്മളെല്ലാവരും എപ്പോഴും നമുക്ക് വരുന്ന ഒരു പ്രയോഗമാണ് ഇത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പക്ഷേ പിന്നെ ഇമാം അഹ്മദ് മുസ്നദിൽ, അതേപോലെ തന്നെ ഇമാം അബൂ ഉവാന അദ്ദേഹത്തിൻ്റെ മുസ്തഖ്റജിൽ, പിന്നെ ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒരു പ്രയോഗം, അസ്അലുക. എന്താ അസ്അലുക എന്ന് പറഞ്ഞാൽ? ഞാൻ താങ്കളോട് ചോദിക്കുന്നു. എന്ത്? അൻ തശ്ഫഅലി, അൻ തശ്ഫഅ, എന്താ അൻ തശ്ഫഅ, താങ്കൾ ശുപാർശ ചെയ്യണം. ലീ, എന്താ ലീ? എനിക്ക് വേണ്ടി. എവിടേക്ക്? ആരോട്? ഇലാ റബ്ബിക്, താങ്കളുടെ
ആ, റബ്ബിനോട് എനിക്ക് വേണ്ടി താങ്കൾ ശുപാർശ ചെയ്യണം. എന്തിന്? ഐ യുഅ്തിഖനി മിനന്നാർ, ഐ യുഅ്തിഖനി മിനന്നാർ, എന്നെ നരകത്തീയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുവാൻ റബ്ബിനോട് എനിക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണം. അതാണ് അസ്അലുക്, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഇത് അവിടെ നോക്കി നിങ്ങൾ, റബിയ തങ്ങളോട് സ്വർഗം ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. ആര്? നമ്മളുടെ മുസ്ലിയാക്കന്മാർ. അപ്പോൾ പിന്നെ അത് ദുആയല്ലേ, നിസ്സാസ്ലമ തങ്ങളോട് ചോദിച്ചല്ലേന്ന്. ആ പ്രയോഗം മാത്രമല്ല, പിന്നെയോ ഇതാണ് അസ്അലുക അൻ തശ്ഫഅലി ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിനോട് എനിക്ക് വേണ്ടി ചോദിക്കണം എന്നാണ്. എന്ത്? അയ്യുഅ്തിഖനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. ആ കോർവയിലാണ് എന്ത്? സ്വർഗം ചോദിച്ചതും. അപ്പോൾ സ്വർഗം ചോദിക്കുന്നത് ആരോട് ചോദിക്കാനാണ്? അള്ളാഹിനോട് ചോദിക്കാനാണ്. ഈ പ്രയോഗം അത് വ്യക്തമായി വിളിച്ചറിയിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് സ്വർഗം ചോദിച്ചതല്ല. പിന്നെയോ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടാനാണ്, ശുപാർശകനാകാനാണ്. മനസ്സിലായില്ലേ? ഇത് ഇമാം അഹ്മദ് മുസ്നദിൽ ഈ സംഭവത്തിൻ്റെ തുടർച്ചൻ്റെ അതിൻ്റെ വിശാലതയിൽ പറയുന്നതാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലാണ് ഇതിൻ്റെ അസിലുള്ളത്. പക്ഷേ പിന്നെ അബൂ ഉവാന, അതേപോലെ ഇബ്നു ഹിബ്ബാൻ, ഇമാം അഹ്മദ് എന്നിവരുടെ നിവേദനത്തിൽ ഇതുണ്ട്. ഞാനിത് കൊണ്ടുവന്നത്, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം എവിടുന്ന് കിട്ടി, ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലെ, ഞാൻ എൻ്റെ വിഷയത്തിൽ ആലോചിച്ചു. ദുനിയാവ് നശ്വരാണ്, ഇത് പിന്നെ സായിലത്താണ്, നീങ്ങിപ്പോകുന്നതാണ്, നശ്വരാണ്. ഇവിടെ എനിക്കുള്ള റിസ്ക്, അതിൽ ഞാൻ തല പോകേണ്ട കാര്യമല്ല, കാരണം എനിക്ക് പഠിച്ചോ നിശ്ചയിച്ചാണ് അതെനിക്ക് വരൂ. പക്ഷേ ആഖിറം അത് അനശ്വരാണ്. അതുകൊണ്ട് അങ്ങ് പിന്നെ എനിക്ക് തരാമെന്ന വിഷയം അത് ഞാൻ എൻ്റെ ആഖിറത്തിന് വേണ്ടിയാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിന് ശാസ്ത്ര മതങ്ങളോട് പ്രതികരിച്ചത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ തഫക്കുർ, അദ്ദേഹം ആലോചിച്ചു, ചിന്തിച്ചു, ബുദ്ധി ഉപയോഗിച്ച്. ഏത് വിഷയത്തിൽ? അദ്ദേഹത്തിൻ്റെ പാരത്രിക മോക്ഷത്തിൻ്റെ വിഷയത്തിൽ എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ബുദ്ധി ഉപയോഗിക്കുന്ന മേഖലകൾ ദീന് പഠിപ്പിച്ചത് ഉണ്ടല്ലോ, അത് ഏതൊക്കെ എന്നുള്ള വിഷയത്തിലാണ്. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ അത് പാരായണം ചെയ്യപ്പെടുന്ന മത്ലൂവത്തായ, ഇതിന് പറയും പിന്നെ അദ്ദലീലുൽ ഖുർആനി, ഖുർആൻ്റെ പ്രമാണം, അതിൽ ഖുർആനാകുന്ന പ്രമാണം ഉണ്ടല്ലോ. അതേപോലെ തന്നെ അദ്ദലീലുൽ ഇയാനി, അദ്ദലീലുൽ ഇയാനി, അതൊക്കെ ഈ ദാർശനികന്മാരുടെ പ്രയോഗമാണ്. അദ്ദലീലുൽ ഖുർആനി അതാണ് നമ്മൾ ഓതുന്ന ആയത്തുകൾ. അദ്ദലീലുൽ ഇയാനി അതാണ് നമ്മുടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും, വാനവും ഭൂമിയും സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾ തുടങ്ങി ഈ ഉണ്മയുടെ ലോകത്തുള്ള അള്ളാഹുവിൻ്റെ പടപ്പുകൾ, അതിലൊക്കെ പിന്നെ ചിന്ത ആലോചന, പിന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിലുള്ള ചിന്ത ആലോചന, അതേപോലെ തന്നെ നമ്മുടെ സമയങ്ങളിൽ അതിലുള്ള അമലുകളിലുള്ള ചിന്ത ആലോചന, പിന്നെ ഇവിടെ നമ്മുടെ ഈ പാരത്രിക മോക്ഷത്തിൻ്റെ രക്ഷയുടെ വിഷയത്തിലുള്ള റബിയയുടെയൊക്കെ ചിന്തയെ പോലുള്ളതായ വിഷയം. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ല അൽ അബ്ദരി, അൽ അശറത്തുൽ മുബശ്ശറയിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന് 7 ലക്ഷം പണം വന്നു എന്നാണ്. 7 ലക്ഷം പണം വന്നു. അങ്ങനെ അത് പരിയിൽ വെച്ചിട്ട് മുമ്പ് കിടന്ന്. പക്ഷെ അദ്ദേഹം ഉറങ്ങണേയില്ല. ചിന്താകുലനാണ്, ആലോചനാ നിമഗ്നനാണ്, വിരിപ്പിൽ ഉരുണ്ട് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഭാര്യ ഉമ്മു കുൽസും ചോദിക്കുകയാണ്, നേരം പുലരോളം എത്ര ചിന്തിച്ചാലോചിച്ച് ഉറക്കം വന്നില്ല. നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? അങ്ങനെ ഉണ്ടാവില്ല, പെരയിൽ പിരാന്ത പിടിപ്പിക്കണം, എന്തെങ്കിലും ചെയ്തിട്ടാണ്, അങ്ങനെയാണ് ചെയ്ത് സോറി പറയാണ്. അപ്പോൾ തലഹ പറയുന്നുണ്ട് ഭാര്യയോട്, ഉമ്മു കുൽസൂമിനോട്, പിന്നെ നീ എത്ര നല്ല ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ ഭർത്താവിൻ്റെ ആ ഒരു വിഷമതകളെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ ഒരു പ്രതിവിധി പറയുന്ന വിഷയത്തിൽ നല്ല പിന്നെ തൽഹ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ശ്ലാഘിക്കുന്നുണ്ട്. ആരെ? ഉമ്മു കുൽസൂം, തൽഹത്ത് ബിൻ ഉബൈദിലിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം. ആരെ?
ഇതിൻ്റെ കഥ കഴിഞ്ഞിട്ടില്ല, ഞാനൊരു ഇടയിലൊരു ചോദ്യം ചോദിച്ചത് മാത്രം. ഇടവാചകം. ഉമ്മു കുൽസൂം ബിൻത്ത് അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കറിൻ്റെ മകളാണ് ഈ ഉമ്മു കുൽസൂം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ ഈ കുട്ടി പിന്നെ അബൂബക്കറിൻ്റെ ഭാര്യൻ്റെ വയറ്റിൽ ഗർഭത്തിലാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിൻ്റെ മുമ്പ്, തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, പിന്നെ പിന്നെ ആയിഷ ഖാരിജ സഫറുള്ള ബിന്ദു ഖാരിജ, ബിന്ദു ഖാരിജ എന്ന് പറഞ്ഞാൽ ഹബീബ ബിന്ദു ഖാരിജ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നു ഹബീബ ബിന്ദു ഖാരിജ. അൻസാരികളിൽപ്പെട്ട മഹദിയാണ്, ഖാരിജത്ത് ബിൻ സെയ്ദ് അവരുടെ മകൾ. ബിന്ദു ഖാരിജ ഗർഭിണിയാണ്, പെൺകുട്ടിയാണ് എന്നുള്ളതാണ് എൻ്റെ മതിപ്പ്. അതുകൊണ്ട് ആ കുട്ടിയെ ഏറ്റെടുക്കണം എന്ന് പറയുന്നത്. കാരണം വാപ്പ മരിക്കല്ലേ, അബൂബക്കറിന് രോഗഗ്രസ്തനായിട്ട് മരണത്തോടെ എടുക്കണം. അപ്പോൾ പറയുന്ന കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയെ വളർത്തുന്നത്, ഉമ്മു കുൽസൂമിനെ വളർത്തുന്നത്. ഈ ഉമ്മു കുൽസൂമിനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവോട് കല്യാണം അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കല്യാണം അന്വേഷിച്ചു. അപ്പോൾ പിന്നെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര എന്താണ് കർക്കശ പെരുമാറ്റവും ഒക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് പിന്നെ ഉമ്മു കുൽസൂം സമ്മതിച്ചില്ല. അങ്ങനെ ഇന്നെ ഉമറിനെ കൊണ്ട് കെട്ടിക്കുകയാണെങ്കിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ പോയിട്ട് കരയും എന്ന് പറഞ്ഞ ചരിത്രമുണ്ട്. മുസ്ലിയാക്കന്മാരെ അത് ഉദ്ധരിക്കാറുണ്ട്, മരിച്ചവരോട് പോയിട്ട് സഹായം തേടാന്നുള്ള വിഷയത്തിൽ. ഒന്നാമത് അത് കറ്റിയറ്റിയൊരു വിഷയമാണ് കേട്ടോ. ഉമർ റളിയല്ലാഹു തആല തന്നെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ റിപ്പോർട്ടാണത്. ശരിക്കും അങ്ങനെയല്ല അത്. പിന്നെ മഹദി ഉമ്മു കുൽസൂമിനെ ഇനി ഉണ്ടെങ്കിൽ തന്നെയും പിന്നെ ഇതിൻ്റെ ഉദ്ദേശത്രേ ഉള്ളൂ. ഉമ്മു കുൽസൂം പിന്നെ അവർ ബാപ്പ അവിടെ കിടക്കുകയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിൽ, ഞാൻ അവിടെ പോയി കരയുമെന്നുള്ളൊരു വിഷയമുള്ളൂ. അത് സംഭവം ശരിയല്ല. ഏതായാലും ഈ ഉമ്മു കുൽസൂമിനെ ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് വളർത്തിയത്. അവരെന്ത് ചെയ്തു, ഇവരെ തൽഹയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസൂമിനായിട്ടാണ് പിന്നെ അന്തി ഉറങ്ങുന്നത്. ആര്? തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല. അപ്പോൾ ഭർത്താവിന് ഉറക്കം വരുന്നില്ല, അങ്ങനെ ചിന്താനിമഗ്നനാണ്, ആലോചനയിൽ കഴിയാണ് രാവിലെ വരെ. അപ്പോൾ പിന്നെ ഭാര്യ ചോദിക്കുകയാണ്, എന്താ ഉറങ്ങാത്തത്, എന്താണ് ഇങ്ങനെ ചിന്താനിമഗ്നനായി? അപ്പോൾ പറയാണ്, പിന്നെ ഉമ്മു കുൽസൂം 7 ലക്ഷം പണമാണ് പെരയിലിരിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ആ പണം അത്രയും നമ്മളുടെ അടുക്കൽ ഇരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതിൽ വിചാരണ ഉണ്ടാവില്ലേ? അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറയും? അപ്പം ഉമ്മു കുൽസൂം പറഞ്ഞു കൊടുക്കാണ്, തൽഹ നിങ്ങൾ പിന്നെ മുഹാജിറുകൾ അൻസാരികളിൽ അവരെത്ര ഫക്കീറന്മാരുണ്ട്. നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഖിസായികൾ അടിക്കും, ജിഫാനുകൾ അടിക്കും. ഖിസായ് ജിഫാൻ എന്നൊക്കെ പറഞ്ഞെങ്കിൽ തളികകൾ, വലിയ പാത്രങ്ങൾ, അതൊക്കെ അല്ലേ, അതൊക്കെ എടുത്തിട്ട് അതിൽ കോരി മുഹാജിറുകൾക്കും അൻസാരികൾക്കും അവരുടെ വീടുകളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ തൽഹത്ത് ബിൻ ഉബൈദ് വലിയ ആശ്വാസമായി. അത് മുഴുവൻ കോരി ഇതേപോലെ കൊടുത്തയച്ചു എന്നാണ്. അതിനും ഉമ്മു കുൽസൂമിനെ ശ്ലാഘിക്കുന്നുണ്ട് റളിയല്ലാഹു തആല. ഞാൻ പറഞ്ഞത് ചിന്ത, ഏത് വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുവാനുള്ള മേഖലകളെ പണ്ഡിതന്മാരിങ്ങനെ വിശദീകരിച്ചത് കാണാൻ പറ്റും. അവനാൻ്റെ പിന്നെ ആഖിറത്തിന് ഉപകരിക്കുന്ന ഇഹപര ക്ഷേമം നേടുന്ന വിഷയങ്ങളിൽ ഇതിലൊക്കെയാണ് ചിന്ത വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഠനം. നമ്മുടെ ദീൻ, ഞാൻ അവിടുന്നാണ് പോയത്, മനുഷ്യന്മാരുടെ ബുദ്ധിയെ പരിഗണിച്ച ചിന്തക്കും ആലോചനക്കൊക്കെ വലിയ പിന്നെ വില കൽപ്പിച്ച, അതിനുവേണ്ടി നിർബന്ധിച്ച ദീനാണ് നമ്മുടെ ദീൻ. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഈ മേഖലകളൊക്കെ വിഗണിച്ചിട്ട് ചിന്തിക്കാൻ പാടില്ലാത്തടത്ത് ചിന്തിച്ചു. ചിന്തയെ അവരെന്ത് ചെയ്തു, പൂജിച്ച് പടച്ച റബ്ബിനെ, ഇത് ചിന്തയെ സൃഷ്ടിച്ചവനെ നിരാകരിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുന്നിടത്ത്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, കളിയാക്കുന്നിടത്തേക്ക്, അവൻ്റെ നിയമാവലികളെയും നിർദ്ദേശങ്ങളെയും പുച്ഛിക്കുന്നിടത്ത് അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. പലരുടെയും ചിന്ത എത്തിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോട് പറയാണ്, ആയിഷ റളിയല്ലാഹുവിൻ്റെ ദിവസം രാത്രിയാണ്, അവരുടെ കൂടെയാണ് അന്തി ഉറങ്ങേണ്ടത്. യാ ആയിഷ ദരീനി അതഅബ്ബദു ഉല്ലൈലത റബ്ബി, ആയിഷ ഈ രാത്രി ഞാൻ അള്ളാഹ്ക്കൊന്ന് ഇബാദത്ത് എടുക്കട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടുതരണം എന്ന് പറയും. അവരുടെ രാത്രിയാണ്, അവരുടെ അവകാശമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ആ ശയ്യയിൽ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉള്ള പെർമിഷൻ ചോദിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തിനാ പെർമിഷൻ ചോദിക്കണേ? മീൻ പിടിച്ചാൻ പോകാനല്ല,
പെർമിഷൻ ചോദിക്കണത് അന്ന് രാത്രി നിസ്കരിക്കാനാണ്. അപ്പോൾ പിന്നെ ആയിഷ തന്നെ പറയണ യാ റസൂലല്ലാ ഉഹിബ്ബു ഖുർബക് വ ഉഹിബ്ബു മാ യസുറുക്. റസൂലെ, നിങ്ങളുടെ സാമീപ്യം എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യവും എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്നത് അതിന് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ സാമീപ്യവും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പെർമിഷൻ എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ആ സംഭവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനത്തെ കണ്ണ് നട്ടത്. നിഫാസുൽ തങ്ങൾ ആലോചനയിൽ, ചിന്തയിൽ, പഠനത്തിൽ മുഴുകിയത്, എന്നിട്ട് കരഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ആയാത്ത് എന്നുള്ള ആയത്തുകൾ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത് ഒക്കെ നമ്മൾ വായിക്കണത് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ആയത്തുകളിൽ ചിന്തിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതെന്ന് ഉദ്ദേശിച്ചൊക്കെ അത് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു തന്ന തലച്ചോറിനെയും ബുദ്ധിയെയും നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടും വിധം, അങ്ങനെ നമ്മുടെ ജീവിതം സന്തുലിതമാക്കും വിധം, വിനയാനിതത്വം തരും വിധം. പലരും ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരുണ്ടല്ലോ, പേർഷ്യയിൽ നിന്ന് ആളുകൾ പണ്ടത്തെ കാലത്ത് വരുന്ന മാതിരിയാണ് വരിക. അവന് ബുദ്ധിജീവിയാണ്, അവൻ്റെ അരികിലൂടെ എനിക്കർക്ക് നടക്കാൻ പറ്റില്ല. അല്ലാഹുൽ മുസ്തആൻ. പക്ഷേ ബുദ്ധിയുണ്ടെങ്കിൽ, തലച്ചോറുണ്ടെങ്കിൽ മനുഷ്യന്മാർ വിനയാനിതമാകും, ഭവ്യമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ വടിയുത്തിയാണ് നടന്നിരുന്നതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വടിയുത്തി നടക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം വടിയത്തൽ സാധാരണ വടിയത്ത് നടക്കലായത് വാർദ്ധക്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വാർദ്ധക്യ സഹജമായപ്പോഴാണ് മിമ്പറിൽ ഈത്തപ്പന മുട്ടിയിൽ കയറി നിൽക്കാൻ ബാലൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ വടി കുത്തിയത്. വടി അല്ലെങ്കിൽ അമ്പ് കുത്തിയത്. വടി കുത്തിയെന്നുണ്ട്, അമ്പ് കുത്തിയെന്നുണ്ട്. പിന്നെയാണ് മിമ്പർ ഉണ്ടാക്കിയത്. വാർദ്ധക്യത്തിലാണ് വടിയുത്ത. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യൗവനത്തിൽ വടി കുത്തി നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച്, ഇമാം ബൈഹഖി മനാഖിബു ഷാഫിഈ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കിതാബുണ്ട്. ഇമാം ഷാഫിയുടെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഇമാം ബൈഹഖിയുടെ ഒരു കിതാബ്. ഇമാം റാസിക്കും ഉണ്ട് മനാഖിബു ഷാഫിഈ എന്ന് പറഞ്ഞ കിതാബ്. കാരണം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അത്ര പിന്നെ പ്രത്യേകതകൾ, മഹത്വങ്ങളുള്ള ഒരു മഹാനായിരുന്നു. അദ്ദേഹം പിന്നെ 55 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 150 ജനിച്ച് 205 മരിച്ച ആളാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 55 വയസ്സുകാരൻ. ആ 55 വയസ്സുകാരനെയാണ് ഇന്ന് ലോകം എല്ലാവരും സുപരിചിതമായി പരാമർശിക്കുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വിജ്ഞാനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രസരിപ്പ് ലോകത്തെല്ലായിടത്തേക്കും വന്നില്ലേ. വടിയെത്തി നടന്നിരുന്നത് വാർദ്ധക്യം കൊണ്ടല്ല. വടിയെത്തി നടന്നത് അദ്ദേഹം തൊട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് യുവകോമളനായിരിക്കെ അങ്ങ് വടി കുത്തി നടക്കുന്നത്? അപ്പം അദ്ദേഹം പറയുകയാണ്, കൈ അദ്കുർ അന്നി മുസാഫിർ. കൈ അദ്കുർ അന്നി മുസാഫിർ. എന്താ, ഞാനൊരു യാത്രക്കാരനാണ് എന്നുള്ളത് എന്നെ ഓർക്കാൻ വേണ്ടി. ഞാനൊരു യാത്രക്കാരനാണ് എന്നുള്ളത് ഞാൻ ഓർക്കാൻ വേണ്ടിയതാണ്. എവിടേക്കുള്ള യാത്രക്കാർ? പരലോകത്തേക്ക്. കണ്ടോ ചിന്താവിഷയം. ചില പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചത് നമ്മൾ പിന്നെ ഇപ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളുണ്ടല്ലോ, അതിൽ ചിന്തിക്കണം, ബുദ്ധി പ്രയോഗിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ. ഉതകുന്ന കാര്യങ്ങൾ അതിലൊന്ന് ഖൽവത്ത്. എന്താ ഖൽവത്ത്? ഒഴിഞ്ഞിരിക്കുക. വമൻ ദക്കറ റബ്ബൽ മുഹൈമിന ഖാലിയൻ ഫഫാദത് ബിഹി ഐനാഉ ഖൗഫൻ ഇകാലി. ഒഴിഞ്ഞിരുന്ന് റബ്ബിനെ കുറിച്ച് ഓർക്കുകയും അങ്ങനെ മരിച്ച് പടച്ചവനെ കണ്ടുമുട്ടണമല്ലോ എന്നൊക്കെ ബോധത്തിൽ കരയുകയും ചെയ്തവൻ. ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് ഖൽവത്ത്. നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ, അല്ലെങ്കിൽ ചിന്തയെ പിന്നെ പോഷിപ്പിക്കാൻ ഏറ്റവും വലിയ വഴിയാണ്. പിന്നെ ഒരു വിഷയം, ചിന്ത നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. നിസ്സാശ്രമം നിങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഹിൽമു ബിത്തഹല്ലും, അല്ലെങ്കിൽ അസ്സബ്റു ബിത്തസബ്ബുർ. ക്ഷമ നമ്മൾ അഭ്യസിക്കാൻ പറഞ്ഞു അല്ലേ, വിവേകം, തൻ്റെ ഇടം അഭ്യസിക്കാൻ പറഞ്ഞു, ഇൽമ് അഭ്യസിക്കാൻ പറഞ്ഞു അല്ലേ. ജന്മസിദ്ധമായി കിട്ടുന്നുണ്ട് ക്ഷമയും സഹനവും അതേപോലെ തന്നെ വിജ്ഞാനമൊക്കെ ജന്മസിദ്ധമായിട്ട് ഉള്ള ചില വിഷയമുണ്ട്, നൈസർഗികമായിട്ടുള്ളത്. പക്ഷേ അഭ്യസിക്കാൻ പറഞ്ഞു. ഇതേപോലെ ചിന്തയും നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുക. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതിൽപ്പെട്ടതാണെന്ത്, പിന്നെ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ഉദ്ധരിക്കുന്ന ഒരു ഇത് കാണാം. മുഹാദസത്തുർ റിജാൽ തൽഖീഹുൻ ലി അൽബാബിഹ എന്നാണ്.
മുഹാദസത്തുർ റിജാൽ, റിജാലിനോടുള്ള സംഭാഷണം, അത് തൽഖീഹുൽ ലി അൽബാബിഹ എന്നാണ്. ലുബിനുള്ള പരാഗി എന്നാണ്. പരാഗണം അറിയില്ലേ? പരാഗണം നടത്തിയിട്ടുണ്ടെങ്കിലാണ് എന്തുണ്ടാകുക? ഫലഭൂയിഷ്ടാകുക, കായ്ക്കനികൾ ഉണ്ടാവുക അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അതല്ലേ പരാഗണത്തിൻ്റെ ധർമ്മം. പരാഗണം നമ്മൾ ഇത് ബയോളജിയിലൊക്കെ പഠിക്കണമല്ലേ? ആ, ബുദ്ധി അത് പിന്നെ ചിന്താനിമഗ്നാകാൻ ഏറ്റവും നല്ല പരാഗിയാണ് മുഹാദസത്തുർ റിജാൽ എന്നാണ്. അത് ഈ പിന്നെ വർത്തമാനങ്ങളല്ല, പിന്നെയോ ദൈക്ഷണികമായിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ, ചിന്തയെ ഉദ്ദീപിക്കുന്ന വിഷയങ്ങളുള്ള സംഭാഷണം, സംസാരം, അതിന് മുഹാദസത്തുർ റിജാൽ, മുഹാക്കാത്തുർ റിജാൽ, ഇങ്ങനെയൊക്കെ സലഫുകളുടെ പ്രയോഗം കാണാൻ സാധിക്കും. പിന്നെ പണ്ഡിതന്മാർ പറയണം, ഇമാം ഷാഫിയെ ഉദ്ധരിച്ചിട്ട് നമ്മളെ ചിന്തയെ ഇളക്കുന്ന, വിജൃംഭിതമാക്കുന്നതായ മാർഗങ്ങളെ നമ്മൾ ഉപയോഗിക്കുക. ഇതിൽ പെട്ടതാണ് ഇമാം ഷാഫി വടിയെത്തി നടന്നത്. യൗവനത്തിൽ വടി കുത്തി നടന്നു. എന്തിന്? ഈ വടി ഇമാം ഷാഫിയുടെ ബുദ്ധിയെ ഉണർത്താൻ, ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ യൗവനത്തിൻ്റെ തികവിലാണ്, എന്തിനാണ് വടിയെത്തി നടക്കുന്നത്? പറയാണ്, അദ്കുറ അന്നി ഉസാഫിർ, ഞാനൊരു യാത്രക്കാരനാണ് എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വടിയേറ്റ് നടക്കുന്നതെന്ന്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 55-ാമത്തെ വയസ്സിൽ മരിക്കാൻ കാരണം എന്താ? അസൂയ, ചിലരുടെ പിന്നെ കണ്ണ്. ഇമാം ഷാഫി എവിടെ ജനിച്ചേ? ഗസയിൽ, ഫലസ്തീനിൽ ഗസയിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിൻ്റെ ഇസ്സത്ത് തിരിച്ചറിയട്ടെ. ഗസയിൽ ജനിച്ചു. എന്നിട്ട് 2 വയസ്സ് ആകുമ്പോൾ മക്കയിലേക്ക് വന്നു. എന്നിട്ട് മക്കയിൽ ശൈശവം, മനസ്സിലല്ലേ? ബാല്യം പിന്നിട്ടപ്പോൾ അതുവരെ മക്കയിൽ, പിന്നെ മദീനയിൽ ഇമാം മാലിക്കിൻ്റെ ശിഷ്യൻ. പിന്നെ അവിടുന്ന് ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിൽ മുഹമ്മദ് ഇബ്നുൽ അൽ ഹസൻ ഷെയ്ബാനി, ഇമാം അബൂ ഹനീഫൻ്റെ ശിഷ്യനോടൊപ്പം കഴിച്ചു. പിന്നെ ബഗ്ദാദിൽ നിന്ന് മിസറിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. മിസറിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? മിസറിലൊക്കെ ഇമാം മാലിക് മദീനയിൽ, മാലിക്കിൻ്റെ ശിഷ്യന്മാരവിടെയുള്ള മിസറിലാണുള്ളത്. ഇമാം മാലിക്കിൻ്റെ ശിഷ്യന്മാർ പിന്നെ പ്രമുഖർ പിന്നെ മിസറിലാണ്. മിസറിൽ ഇമാം മാലിക്കിൻ്റെ ശിഷ്യന്മാരുടെ വിജ്ഞാനത്തിലാണ് എല്ലാവരും ആശ്രയിക്കണ. ആരാണ്? ഇമാം മാലിക്കിനാണ്. അവിടേക്കാണ് ആര് വരുന്നത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വന്നതോടുകൂടി ആളുകളൊക്കെ ആർക്ക് നേരെ? ഇമാം ഷാഫി അപ്പോഴത്തേക്ക് ഒരു പിന്നെ വലിയ തികഞ്ഞ ഒരു പണ്ഡിതനായി പരിണമിച്ചു, മനസ്സിലായില്ലേ? അതോടുകൂടി ആളുകളൊന്നായിട്ട് ഇമാം ഷാഫിൻ്റെ നേരെ. ചില ആളുകൾക്ക് വിജ്ഞാനം ഉണ്ടാവും, ശിഷ്യഗണങ്ങൾ പരിമിതമായിരിക്കും, കുറവായിരിക്കും. അതായത് ആ വിജ്ഞാനമുള്ള മനുഷ്യനൊരു അയ്ബോ കുറവോ അല്ല. ആരുടെയെങ്കിലും വിജ്ഞാനത്തിന് ആളുകൾ കൂടുന്നുവെങ്കിൽ അത് അയാൾക്ക് ഫിത്നയാണ്. ആർക്ക് ഫിത്ന? ഈ വിജ്ഞാനമുള്ള ആൾക്ക് ഫിത്നയാണ്. എത്രയോ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, മദ്ഹബിൻ്റെ ഇമാംമാർ വരെ. എത്രയോ പ്രഗത്ഭമതികൾ. ലൈസ് ഇബ്നു സഅദ് ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്, മനസ്സിലായില്ലേ? ഇമാം മാലിക്കിനേക്കാൾ വിജ്ഞാനത്തിൽ പ്രമുഖനായിരുന്നു. പക്ഷേ ലൈസ് ഇബ്നു സഅദിനെ ഇന്ന് ലോകം അറിയുന്നുണ്ടോ? പക്ഷേ ഇമാം മാലിക്കിനെ അറിയുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ വിജ്ഞാനത്തിന് ആളുകൾ കൂടുക എന്നുള്ളത്, ഇപ്പം നമ്മൾ ഇന്നത്തെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഇത്ര എന്താണ് ഇഷ്തിറാക്ക് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ്, ഇത്ര വ്യൂവേഴ്സ്, അതേപോലെ തന്നെ ഇത്ര കമൻറ്റുകൾ, ഇതൊക്കെ ഈ വിജ്ഞാനമുള്ള ആൾക്ക് സംബന്ധിച്ചിടത്തോളം അയാൾ നെളിയാനുള്ളൊരു വിഷയമല്ല. അത് അയാൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അത് ഫിത്നയാണ്. പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഭാഗം പിന്നെ ആലോചിക്കണില്ല. അറിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം, പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കൂട്ടങ്ങൾ അത് അവർക്ക് ഫിത്നയാണ്. ഒരാൾക്ക് ഇനി ആൾക്കൂട്ടം ഉണ്ടായില്ല, അയാൾക്കൊരു കുറവുമില്ല. അതിൻ്റെ പേരിൽ അയാൾ ഒരു പോരായ്മയുള്ള ആളല്ല. ഒരുപാട് അയാൾ പലപ്പോഴും ഈ ഇന്നത്തെ ആധുനിക പരിപ്രേക്ഷ്യത്തിൽ അയാൾ ഒരുപാട് രക്ഷപ്പെട്ട ആളായിരിക്കും. ഏതായാലും നമ്മുടെ വിഷയം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മിസ്റിലേക്ക് വന്നപ്പോൾ ഒഴുക്ക് ഉണ്ടല്ലോ ഒക്കെ ഇമാം മാലിക്കിലേക്കായിരുന്നു. ആ ഒഴുക്ക് മുഴുവൻ ഇങ്ങോട്ടായി. അപ്പോൾ പിന്നെ ഇമാം ഷാഫി മാലിക്കിൻ്റെ പ്രബല ശിഷ്യനാണ് അഷ്ഹബ് ഇബ്നു അബ്ദുൽ അസീസ് അൽ ഖൈസി എന്നവർ. പ്രധാനിയാണ്, വലിയ പണ്ഡിതനാണ്. അഷ്ഹബ് അത്ര നിസ്സാരതല്ല, വലിയ പണ്ഡിതനാണ്. പക്ഷേ ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ ഇമാം ഷാഫിയുടെ നേരെ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം
ദുആ ചെയ്തു. എന്ത്? അല്ലാഹുമ്മ അമിത് അശ്ശാഫിഇയ്യ ഹത്താ ലാ യന്തരിസ ഇൽമു മാലിക്. ഇമാം മാലിക്കിൻ്റെ വിജ്ഞാനം നാമാവശേഷമാകാതിരിക്കാൻ അള്ളാഹുവെ ഷാഫിയെ നീ മരിപ്പിക്കണേ. അത് അള്ളാഹു പറഞ്ഞാലോചിച്ച് നോക്കും. ഇമാം ഷാഫിയെ മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത്. ആ ദുആ ഇമാം ഷാഫി കേട്ടു എന്നാണ് ചിലർ സുജൂദിൽ കിടക്കുമ്പോൾ ഈ ദുആ ചെയ്തത് കേട്ടതായിട്ടൊക്കെ ചരിത്രത്തിൽ വായിക്കാം. അല്ലാഹു ആലം. ഏതായാലും പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തനിക്ക് അതിൽ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേൾക്കുകയാണ്, ഇമാം ഷാഫിയെ മരിപ്പിക്കണേ എന്ന്. ഇമാം മാലിക്കിൻ്റെ ഇൽമ് അത് പിന്നെ ഇന്ദ്രാസ് നാമാവശേഷമാകാതിരിക്കുക. ഇമാം ഷാഫി അതിനോട് പ്രതികരിച്ചൊരു കവിത ചൊല്ലിയത് അദ്ദേഹത്തിൻ്റെ ദീവാനിലുണ്ട്. തമന്ന റിജാലുൻ അൻ അമൂത വ ഇൻ അമുത് ഫതിൽക തരീഖുൻ ലസ്തു ഫീഹാ ബി ഔഹദി. എന്താ? ഒരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു അൻ അമൂത, ഞാൻ മരിക്കാൻ, വ ഇൻ അമുത്, ഞാൻ മരിക്കുകയാണ് എങ്കിൽ, ഫതിൽക തരീഖുൻ, ആ വഴി, ലസ്തു ഫീഹാ ബി ഔഹദി, ഞാൻ മാത്രമല്ല അതിൽ, ആ വഴിയിൽ ഞാൻ മാത്രമല്ല, പിന്നെയോ ഞാൻ മരിക്കും, എല്ലാവരും മരിക്കും, അങ്ങനെയുള്ളൊരു വഴിയിലാണ് ഞാനുള്ളത്. പക്ഷെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പാടി എന്നുള്ളതാണ്. ഇത് ജാഹിലിയത്തിലൊരു കവിയുണ്ട്, ഉബൈദ് ഇബ്നു അബ്രസ്, അദ്ദേഹത്തിൻ്റെതാണ് ഈ കവിത. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് പാടി എന്നുള്ളതാണ്. പക്ഷേ പലരും അത് ഇമാം ഷാഫിയുടെ ദീവാനിലാണ് അത് കൊടുത്തിട്ടുണ്ട്, ഇമാം ഷാഫിയുടെ കവിതയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ അത് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇമാം ഷാഫിയുടേതെന്ന്. പക്ഷെ അത് ചരിത്രത്തിൽ പാടിപ്പോയൊരു കവിതയാണ്. അലാ കുല്ലി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ദുആയെ തുടർന്ന് അദ്ദേഹത്തിന് ആ നോക്കി നിങ്ങൾ 55-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഇങ്ങനെ രക്തം വാർന്നൊലിക്കുമായിരുന്നു എന്നാണ് കാലുകൾക്കിടയിലൂടെ റഹ്മത്തുള്ളാഹി അലൈഹി. ചില പ്രത്യേക അസുഖം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. 55 വയസ്സേ ജീവിച്ചുള്ളൂ എന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക പിന്നെ ബർക്കത്ത്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദർശത്തിൻ്റെയൊക്കെ ഒരു ഇഖ്ലാസിൻ്റെയൊക്കെ ഒരു ബർക്കത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി വടി കുത്തിയത് എന്തിനാ? വടി കുത്തിയത് അദ്ദേഹത്തിൻ്റെ ചിന്ത ഉണരാൻ, ചിന്തയെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ, പണ്ഡിതന്മാർ പറയുകയാണ് ഇങ്ങനത്തെ പിന്നെ മാർഗങ്ങൾ നമ്മളുടെ ചിന്തയെ ഉണർത്താൻ ഉപയോഗിക്കുന്നത് അഭിലഷണീയമാണ്, നല്ലതാണ് എന്ന ബാബിലാണെന്ന് പറയാം. അലാ കുല്ലി لقد كان في قصصهم عبرة لأولي الألباب ما كان حديثا يفترى ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون. لا ما كان حديثا يفترى, ما كان അത് അല്ല ഹദീസൻ യുഫ്തറ. എന്താ ഹദീസ യുഫ്തറ എന്ന ഹദീസ യുഖ്തലഖ്. ഇഫ്തറ ഇഫ്തരി എന്ന് പറഞ്ഞാൽ വ്യാജം കെട്ടിയുണ്ടാക്കുക, ഫിരിയത്ത് വ്യാജം അത് കെട്ടിയുണ്ടാക്കുക, അതാണ് ഇഫ്തറ. യുഫ്തറ എന്നുള്ളത് എൻ്റെ മജൂൽ, കെട്ടിച്ചമക്കപ്പെടുന്ന, വ്യാജമായി നിർമ്മിക്കപ്പെടുന്ന, ഹദീസല്ല, വർത്തമാനമല്ല. മാക്കാന ഹദീസൻ യുഫ്തറ, വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. മാക്കാന ഹദീസൻ യുഫ്തറ അങ്ങനെ പറയാൻ കാരണം വിശുദ്ധ ഖുർആനെ കുറിച്ച് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഈ സൂറത്തിൽ ഒരു കഥ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ, അതിൻ്റെ ആദ്യാന്തം പരാമർശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആളുകൾക്ക് ഓതി കൊടുക്കുകയല്ലേ. ഒരു കഥ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ എന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം ഉമ്മിയാണ് അല്ലേ. അദ്ദേഹം പിന്നെ വായന അഭ്യസിച്ച വ്യക്തിത്വമല്ല, പിന്നെ അദ്ദേഹം എഴുതുന്ന ആളായിരുന്നില്ല, ഇതൊക്കെ അറിയാം. എന്നിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഇങ്ങനെ ഒരു കഥ ഇത്ര സൂക്ഷ്മമായി അതിൻ്റെ പിന്നെ എല്ലാ തലങ്ങളും സ്പർശിച്ച് സുന്ദരമായി ഇത് ഓതി കൊടുക്കല്ലേ. ഇതിനെക്കുറിച്ചും പറയാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നത്? അസാത്തീറുൽ അവ്വലി, അസാത്തീർ പൂർവികരുടെ കഥകൾ, പൂർവികരുടെ ഇതിഹാസങ്ങൾ, കെട്ടുകഥകൾ എന്ന് പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പൂർവികരുടേത് പറയുകയാണെങ്കിൽ റസൂലിനെ പോയിട്ട് എന്ത് ചെയ്യണം? വായിക്കണ്ടേ? അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾ വേണ്ടേ? അതില്ല. ചിലർ പറഞ്ഞു,
ഇന്നമയു അല്ലിമുഹു ബഷർ, ഏതോ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന്. യു അല്ലിമുഹു ബഷറുൻ, ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് പറഞ്ഞത് ആ പഠിപ്പിക്കാനാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർവയിൽ, മർവ എന്ന് പറഞ്ഞാൽ സഫ മർവ, മർവ കുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നസ്രാനിയെ ദഅവത്ത് നടത്തുമായിരുന്നു. ഒരു നസ്രാനിയെ, മക്കത്തൊരു നസ്രാനി ഉണ്ടായിരുന്നു. അയാളുടെ പേര് ജബർ എന്നാണ്. ജബർ അൽ ഹദ്റമി, അല്ലെങ്കിൽ ജബർ മൗല അൽ ഹദ്റമി എന്ന് പറയും. അൽ ഹദ്റമി എന്ന വ്യക്തിയുടെ മൗലയായ ജബർ എന്ന് പറയുന്ന ഒരു നസ്രാനി, ഒരു ക്രിസ്ത്യൻ വ്യക്തി ഉണ്ടായിരുന്നു, മൗല. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തായിരുന്നു. അപ്പോൾ മക്കാർ പറഞ്ഞിട്ടുണ്ടാക്കി, ഉണ്ടോ നസ്രാനിനോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വിഷയത്തിലാണ് പിന്നെ ഒരു ആയത്തുണ്ടല്ലോ സൂറത്തുൻ നഹ്ൽ, വലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. വലിസാനുല്ലദീ യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ, ഈ ജബർ അദ്ദേഹം അനറബിയാണ്, അനറബിയിലാണ് പിന്നെ അയാളെ. പക്ഷേ ഇത് ലിസാനുൻ അറബിയുൻ മുബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഏതായാലും ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ഈ വിശുദ്ധ വചനങ്ങളെക്കുറിച്ച് ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, മറ്റുള്ളവരിൽ നിന്ന് പിന്നെ ഉദ്ധരിച്ച് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇവർ പറയാൻ തുടങ്ങി മക്കാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പുരസ്കരിച്ച പറയുന്നത് മാകാന ഹദീസൻ യുഫ്തറ, കെട്ടി ഉണ്ടാക്കപ്പെടുന്ന വർത്താനമല്ല ഇതൊരിക്കലും എന്ന് പറയുന്നത്. അതെങ്ങനെ അവർക്ക് പറയാൻ സാധിക്കും? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സൂറത്ത് യൂസുഫ്. പിന്നെ ഇതെന്താ മാകാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, വലാകിൻ എന്നാൽ ഇത്, വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തലാകുന്നു. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തൽ. ഇത് വ്യാജമായി നിർമ്മിക്കപ്പെട്ട വർത്തമാനമല്ല. പ്രത്യുത തസ്ദീഖല്ലദീ ബൈന യദൈഹി, ഇതിൻ്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തലാകുന്നു. തസ്ദീഖ് അല്ലദി, യാതൊന്ന്, ആ യാതൊന്ന് ബൈന യദൈഹി, ഇതിന് മുമ്പുള്ളത്. യദൈഹി എന്നുള്ളത് പിന്നെ ബൈന യദൈഹി എന്നുള്ളത് അമാം എന്ന അർത്ഥത്തിൽ, അതൊന്നിൻ്റെ പിന്നിലാണെങ്കിലും ശരിയാണ് അല്ലേ. ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ എന്താ? യദ് പറഞ്ഞാൽ എന്താ? കൈ. യദൈനി പറഞ്ഞാൽ രണ്ട് കൈ അല്ലേ, രണ്ട് കൈകൾക്കിടയിൽ എന്നാണ്. അത് മുമ്പിലും ആകാം ബാക്കിലും ആകാം. വലാകിൻ തസ്ദീഖ് അല്ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം പൂർവ്വകാലത്തെ വേദങ്ങൾ, ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, മറ്റു സുഹുഫുകൾ, ഏടുകൾ, ഇതിനൊക്കെ കുറിച്ചാണ് പറയുന്നത്. അല്ലദീ ബൈന യദൈഹി, അതിനെ സത്യപ്പെടുത്തലാണ്. വിശുദ്ധ ഖുർആൻ അവതീർണമായത് പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്താനാണ്. പൂർവ്വവേദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ മുഹൈമിനൻ അലൈഹി എന്നൊക്കെ ഖുർആനെ കുറിച്ച് പറയുന്നത്. തസ്ദീഖ് അല്ലദീ ബൈന യദൈഹി എന്ന് പറഞ്ഞത് കാരണം പൂർവ്വവേദങ്ങളുടെ ഒന്നും സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണം അതാത് കാലങ്ങളിലെ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും ഏൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ ആ അമാനത്ത് നിർവഹിക്കുന്നതിൽ കൃത്യവിലോപം നടത്തി വേദങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടായി, കൂട്ടിമാട്ടലും എട്ടലും കുറക്കലൊക്കെ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ഇറക്കിയ ഈ വേദത്തെ അള്ളാഹു എന്ത് ചെയ്തു? അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. എന്നിട്ട് ആ പൂർവ്വവേദങ്ങളിലുള്ളതിനെ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തു? സത്യപ്പെടുത്തി. ആ വിശുദ്ധ ഖുർആനിൽ എന്താണോ പരാമൃഷ്ടം അത് പൂർവ്വവേദങ്ങളുടെ കൂടി വിഷയങ്ങളാണ്. വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈഹി, പിന്നെ വതഫ്സീല കുല്ലി ഷൈഇൻ, ഇത് എന്നാണ് വിശുദ്ധ ഖുർആൻ. വതഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും തഫ്സീലാണ്. തഫ്സീൽ എന്ന് പറഞ്ഞാൽ വിവരണമാണ്. എല്ലാത്തിൻ്റെയും വിവരണം എന്ന് പറയുമ്പോൾ അതിൽ പണ്ഡിതന്മാർ പറയാണ്, നമ്മൾ വിശുദ്ധ ഖുർആനിലെ വിഷയങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ തഫ്സീൽ വിശുദ്ധ ഖുർആൻ്റെ വിഷയങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വിശ്വാസപരമായ വിഷയങ്ങൾ ഉണ്ട് അല്ലേ. വിശുദ്ധ ഖുർആനിൽ കർമ്മപരമായ വിഷയങ്ങളുണ്ട് അല്ലേ. വിശുദ്ധ ഖുർആനിൽ പെരുമാറ്റങ്ങൾ, സുലൂക്ക്, വിശുദ്ധ ഖുർആനിൽ മുആമല, ഇടപാടുകൾ അല്ലേ. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഹുക്കുമുകൾ, മതവിധികളുണ്ട്. ഹുക്കും വിശുദ്ധ ഖുർആനിൽ ഹിക്കാം, പൊരുളുകൾ, തത്വങ്ങളുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഖസസ്, എന്താ ഖസസ്? കഥകൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മസൽ, എന്താ മസൽ? ഉപമകൾ. വിശുദ്ധ ഖുർആനിൽ ഖബർ, ഖബർ എന്താ? പ്രസ്താവനകൾ,
പ്രസ്താവനകൾ. ഏ വിശുദ്ധ ഖുർആനിൽ അമ്ര കൽപ്പനകൾ അല്ലേ? ഈ ഖബറുകളിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ പിന്നെ വഅദ് വഅദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ, അതേപോലെ തന്നെ വഈദ്, എന്താ വഈദ്? മുന്നറിയിപ്പുകൾ അല്ലേ? അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തബ്ഷീർ, ബിഷാറത്ത്, സുവിശേഷം, സുവിശേഷങ്ങൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ പിന്നെ തർഗീബ്, ആഗ്രഹം ജനിപ്പിക്കുന്ന, താല്പര്യം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തർഹീബ്, പേടിയും അപകട മുന്നറിയിപ്പൊക്കെ നൽകുന്ന വിഷയങ്ങൾ, കൽപ്പനകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നഹി, വിരോധങ്ങളുണ്ട്. ഇങ്ങനെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ എല്ലാം നമ്മൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠനം നടത്തിയാൽ, നമ്മൾ ചിന്ത നട്ടാൽ, ആലോചിച്ചാൽ ഉണ്ട്. പക്ഷെ എന്ത് വേണം? നമുക്ക് സമയവും അതേപോലെ തന്നെ നമുക്കതിൻ്റേതായ വഴികൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആനെ നമുക്ക് ഇപ്പോൾ ചില എമുക്കളുണ്ടല്ലോ, ആണും പെണ്ണും ഒക്കെ, പേര് പറയാൻ പാടില്ല, അമ്മാരി ആളുകൾ ക്ലാസ് എടുക്കരുത്. നമുക്ക് ഇതിലെ വിഷയങ്ങൾ അത് നേരാം വണ്ണം അധ്യാപനം നടത്തുന്ന സ്രോതസ്സുകൾ വേണം. എന്നിട്ട് നമ്മൾ പഠിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ മുമ്പ് നടത്തിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിളാൻ്റെ ഉസ്താദ്, എന്താ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ, ഓറിയൻ്റലിസ്റ്റുകളോട് ഏറ്റുമുട്ടിയ ഒരു കാലഘട്ടമാണത്. അതിൽപ്പെട്ട പണ്ഡിതനായിരുന്നു മുഹമ്മദ് അബ്ദു. ചില വിഷയങ്ങൾ നിരൂപിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ഓറിയൻ്റലിസ്റ്റുകൾ ചോദിച്ചതാണ്, വിശുദ്ധ ഖുർആൻ തഫ്സീർ ലികുല്ലി ഷൈ, തിബിയാനുൽ ലികുല്ലി ഷൈ അല്ലേ? അപ്പോൾ ഒരു അളവ് പറയണം എന്നാണ്. ഇർദബ് പറഞ്ഞൊരു പ്രത്യേക തൂക്കാണ്. ഇർദബ് മാവ് കൊണ്ട് എത്ര റൊട്ടി ചുടാം ചോദിച്ചതാണ്. എത്ര അളവ് മാവ് കൊണ്ട് എത്ര റൊട്ടി ചുടാം? അപ്പോൾ മുഹമ്മദ് അബ്ദു റൊട്ടി ചുടുന്ന ആളല്ല, ഖബ്ബാസ് അല്ല. ഖബ്ബാസ് പറഞ്ഞാൽ കുബൂസ് ഉണ്ടാക്കുന്ന ആൾ. ഖബ്ബാസ് മാ അൻസല അൻസ ഖബ്ബാസൻ മറർതു ബിഹി യദ്ഹുർ റുഖാഖത വഷ്കല്ലംഹി ബിൽ ബസരി മാ ബൈന റുയതിഹി ഫീ കഫ്ഫിഹി ഖുറത്തുൻ വബൈന റുയതിഹി ഖൗറാഅ കൽ ഖമരി ഇല്ലാ ബിമിഖ്ദാരി മാ തൻദാഹു ദായിറത്തുൻ ഫീ ലുജ്ജത്തിൽ മാഇ യുൽഖാ ഫീഹി ബിൽ ഹജരി. പണ്ട് പഠിച്ചാണ് അബൂ തമ്മാമിൻ്റെ അല്ലെങ്കിൽ ഇബ്നു തമ്മാമിൻ്റെ ഒരു കവിതയാണ്. മാ അൻസല അൻസ ഖബ്ബാസൻ മറർത്തു ബിഹി എന്നാണ്. ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, ഒട്ടും മറക്കൂല്ല. എന്താ വിഷയം? ഖബ്ബാസൻ മറർത്തു ബിഹി, ഞാൻ ഒരു ഖബ്ബാസിൻ്റെ അരികിലൂടെ നടന്നു പോയതാണ്. ഖബ്ബാസാൻ റൊട്ടി ഇടുന്ന ആൾ. അയാൾ റൊട്ടി ഇടുക എങ്ങനെയാണ്? ബിഹി യദ്ഹുർ റുഖാഖത വഷ്കല്ലംഹി ബിൽ ബസരി എന്നാണ്. അദ്ദേഹം മാവ് ഉരുട്ടിയതുണ്ടല്ലോ, അങ്ങനെ ഉരുട്ടി വെച്ച് അത് പരത്തുന്നത് വഷ്കല്ലംഹി ബിൽ ബസരി എന്നാണ്. കണ്ണിമ വെട്ടുന്ന വേഗത്തിലാണ്. ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഇവർ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ മറക്കുമോ? അതാണ് മാ അൻസല അൻസ ഖബ്ബാസൻ മറർത്തു ബിഹി യദ്ഹുർ റുഖാഖത വഷ്കല്ലംഹി ബിൽ ബസരി. എന്നിട്ട് അദ്ദേഹം പറയാണ്, മാ ബൈന റുയതിഹി ഫീ കഫ്ഫിഹി ഖുറത്തുൻ വബൈന റുയതിഹി ഖൗറാഅ കൽ ഖമരി എന്നാണ്. ഞാൻ കണ്ണ് ഇമ വെട്ടുന്ന സമയം ഉണ്ടല്ലോ, കയ്യിലൊരു ഉരുളയാണ് അയാളെ. പക്ഷെ ഇമ വെട്ടി നോക്കുമ്പോഴത്തേക്ക് ഖൗറാഅ കൽ ഖമരി എന്നാണ്. ഖമറിനെ പോലെ, ഖമർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനെ പോലെ അത് പത്തിരി ആയിട്ടുണ്ട്, റൊട്ടി ആയിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇല്ലാ ബിമിഖ്ദാരി മാ തൻദാഹു ദായിറത്തുൻ ഫീ ലുജ്ജത്തിൽ മാഇ യുൽഖാ ഫീഹി ബിൽ ഹജരി. ഒരു തടാകത്തിലേക്ക് ഒരു കല്ലിട്ടാൽ ഓളം ഉണ്ടാവില്ലേ, ആ ഓളം സൃഷ്ടിക്കപ്പെടുന്ന വേഗതയിലാണ് ഇയാളിത് പരത്തണതെന്നാണ്. പത്തിരി പരത്തണ അല്ലെങ്കിൽ റൊട്ടി പരത്തണതെന്നാണ്. അതുകൊണ്ട് പറയുന്നത് മാ അൻസല അൻസ ഖബ്ബാസൻ, ഖബ്ബാസ്. അപ്പോൾ അദ്ദേഹം ചെയ്ത്, ഇദ്ദേഹം ഖബ്ബാസ് അല്ല, മുഹമ്മദ് അബ്ദു. പക്ഷേ മുപ്പര് ഖബ്ബാസിനോട് ചോദിച്ച്, ഇത്ര ഇർദബ് മാവ് കൊണ്ട് എത്ര ഹുബ്സ് ചൂടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഖബ്ബാസ് പറഞ്ഞു കൊടുത്ത് എത്ര എണ്ണം ചൂടുമെന്ന്. അപ്പോൾ ഓറിയൻ്റലിസ്റ്റ് പറയാണ്, ഞാൻ ചോദിച്ചത് നിങ്ങളോട് ചോദിച്ചത് ഖുർആനിലെല്ലാം ഉണ്ട് എന്നാണല്ലോ. അപ്പോൾ ഖുർആനിൽ അതിന് ആയത്തോ അതാണ് പറഞ്ഞത്.
അപ്പം മുഹമ്മദ് ഇത് ഓതി കൊടുത്തു എന്നാണ്. ഫസ് അലു അഹ്ലദിക്രി ഇൻകുൻതുല്ലാ താലമൂൻ എന്ന് ഖുറാനിലുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് ഖുറാനിലുണ്ട്. ഞാൻ ഹബ്ബാസ് അല്ല, പക്ഷേ ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അറിവുള്ളവരോട് ചോദിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഹബ്ബാസിനോട് ചോദിച്ചിട്ട് ഇത്ര എണ്ണം എന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ അതാണ് വിശുദ്ധ ഖുർആനിൽ എല്ലാത്തിനും എന്നുണ്ട് തഫ്സീലുണ്ട്. പക്ഷേ ആ തഫ്സീൽ അതെല്ലാത്തിൻ്റെയും വിഷയത്തിൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ അറിയണം, പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് തഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആൻ ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം, വഴികാട്ടിയാണ്. പുറമേക്ക് നമുക്ക് വഴികാട്ടിയാണ്. ഏത് വഴിയെ പോകണം, എങ്ങനെ ചരിക്കണം, എവിടെയാണ് സന്മാർഗം, എവിടെയാണ് ദുർമാർഗം, ആരെ കരുതണം, എന്തിനെ കരുതണം, ആരെ ലക്ഷ്യമാക്കണം, എന്തിനെ ലക്ഷ്യമാക്കണം തുടങ്ങിയ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ വഴികാട്ടിയാണ്. പിന്നെ വറഹ്മത്തൻ, എന്താണ് റഹ്മത്തൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം, റഹ്മത്താണ്. അത് പുറമേക്ക് വിശുദ്ധ ഖുർആൻ ഹുദയാണ്, ഉള്ളിലും ഹുദയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, കാരുണ്യമാണ്. ലിഖൗമി യുഅ്മിനൂൻ, ആർക്കാ കാരുണ്യം? ലിഖൗമി യുഅ്മിനൂൻ, ലിഖൗമിൻ ഒരു വിഭാഗത്തിന്. അവരുടെ പ്രത്യേകത യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേവലം സത്യപ്പെടുത്തലല്ല, ഇനിയോ സത്യപ്പെടുത്തുക, അംഗീകരിക്കുക. വിശ്വസിക്കുമ്പോൾ സത്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്, കീഴ്പ്പെടുത്തേണ്ട വിഷയങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ പ്രസ്താവനകളൊക്കെ ഉണ്ടല്ലോ, അത് സത്യപ്പെടുത്താനാണ് പ്രസ്താവനകൾ. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം അല്ലേ, പ്രസ്താവനയാണ്. അത് നമ്മൾ സത്യപ്പെടുത്താനാണ്. അതേസമയം അഖിമിസ് സ്വലാ, നീ നിസ്കരിക്ക് എന്ന് പറഞ്ഞില്ലേ. വദ്കുർ റബ്ബക് വലാ തഖറബുസ് സിന, കൽപ്പനകളുണ്ട്, വിരോധങ്ങളുണ്ട്. അത് എങ്ങനെയാണ്? അത് അംഗീകരിക്കാനാണ്, സമ്മതിക്കാനും അംഗീകരിക്കാനും പ്രാവർത്തികമാക്കാനും. അപ്പോൾ മിനൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യപ്പെടുത്തലും ഉണ്ട്, അംഗീകരിക്കലും ഉണ്ട്. സത്യപ്പെടുത്തേണ്ട വിഷയങ്ങൾ അതിലെ ഖബറുകളാണ്, കീഴ്പ്പെട്ട് വഴിപ്പെട്ട് അംഗീകരിക്കേണ്ടത് അതിലുള്ള അമ്രുകളാണ്. അമ്രുകൾ എന്ന കൽപ്പനകളും വിരോധങ്ങളും. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ എന്താണ്? റഹ്മത്താണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പ്രത്യേകതകളിൽ ചിലതാണ് നമ്മളിവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. ഈ സൂറത്ത് യൂസുഫിലെ ഈ ഒരു കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധനമേകി സവിസ്തരം, അതിൻ്റെ എല്ലാ തലങ്ങളെയും തൊട്ട് കഥ വന്നു. അപ്പോൾ മക്കയിൽ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അയാളുടെ പേര് അന്നദർ ഇബ്നുൽ ഹാരിസ് എന്നാണ്. അന്നദർ ഇബ്നുൽ ഹാരിസ്. ഇയാളെ പണി എന്താണെന്നറിയോ? ഇയാൾ പേർഷ്യയിൽ പോകും. പേർഷ്യയിൽ പോയിട്ട് പേർഷ്യൻ രാജാക്കന്മാർ ഉണ്ടല്ലോ, പിന്നെ റുസ്തുമിനെ പോലുള്ള അതേപോലെ തന്നെ ചില രാജാക്കന്മാരുണ്ട്. അവർക്ക് കുറേ കഥകളുണ്ട്. ആ കഥകൾ കേൾക്കുക, അവിടെ പോയിട്ട് കഥകൾ കേൾക്കുക, എന്നിട്ട് അത് മക്കാർക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുക. മക്കാർക്ക് കഥ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഉറക്കണീന് മാഫി മുഷ്കിൽ. പക്ഷേ കഥ പറഞ്ഞിട്ട് പറയണത് പിന്നെ മുഹമ്മദിനേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും അറിയാം കഥകൾ. മുഹമ്മദ് പറയുന്നത് കഥകളാണ്, പക്ഷെ അതിനേക്കാൾ എനിക്കും അറിയാം കഥകൾ എന്ന് പറഞ്ഞ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കഥിക്കുന്നത് എന്തിനാ? കഥിക്കുന്നത് കേവലം കേൾക്കാനും കോൾമയിർ കൊള്ളാനും അല്ല, പിന്നെ കഥിക്കുന്നത് ഗുണപാഠം ഉൾക്കൊള്ളാനും പിന്നെ മാർഗദർശനത്തിനാണ്. അതിന് വേണ്ട വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ ഖുർആൻ കഥകളുടെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് അതിന് വേണ്ട ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊന്നി പറയുക. പക്ഷേ ഇവന് കഥ പറയുന്നത് എന്തിനാണ്? ഒന്ന് ഇതിനെ തോൽപ്പിക്കാൻ, പിന്നെ ഈ കഥകൾ ഉണ്ടെങ്കിൽ അത്തരം കഥകൾ ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ കഥകളുണ്ടല്ലോ, റുസ്തും അതേപോലെ തന്നെ ചില രാജാക്കന്മാരുണ്ട് നല്ല കഥകളിലെ. ആ കഥകൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1001 രാവുകളിലൊക്കെ ചിലപ്പം കിട്ടും. ഏതായാലും അങ്ങനത്തെ കഥകൾ ഇത് പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് ആളുകളെ പിടിച്ചു വലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുകയാണ്. ഈ നദർ ബിൻ ഹാരിസ് ഭയങ്കര ദുഷ്ടനായിരുന്നു ഇവ എന്നൊക്കെ. അവിടേക്ക് സഞ്ചരിച്ച് യാത്ര ചെയ്ത് അവരെ കേട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് മക്കയിൽ പാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു.
എന്നിട്ട് പറയും പറയണ്ടല്ലേ, ഞാൻ നിങ്ങളോട് വന്നിട്ട് പറയുന്ന കഥകളൊക്കെ എന്താണ്, ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അവിടുന്ന് ഞാൻ ഉദ്ധരിക്കുകയാണ്. അതേപോലെ തന്നെയുള്ളൂ ഇതൊക്കെ, അത്ര തന്നെയുള്ളൂ ഇതൊക്കെ. അതാണ് അവൻ്റെ ഭാഷ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മാ കാന ഹദീസൻ യുഫ്തറ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതെന്താണ്, തസ്ദീഖല്ലദീ ബൈന യദൈഹി വ തഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. അതാണ് തഫ്സീല കുല്ലി ഷൈഇൻ. വിശുദ്ധ ഖുർആന്റെ കഥകളുടെ പ്രത്യേകത ഇതൊക്കെയാണ്. അത് ഇതൊക്കെ സമ്മാനിക്കുന്ന ഇത്ര ഇങ്ങനെ വിവിധ ആശയ തലങ്ങൾ ഉള്ള കഥകളാണ് വിശുദ്ധ ഖുർആന്റെ കഥകൾ. അല്ലാതെ ഇവൻ പിന്നെ രാജാക്കന്മാരുടെ പിന്നെ ഈ യാത്രകൾ, അവരുടെ രതിക്രീഡകൾ, അതേപോലത്തെ അവരുടെ കാമങ്ങൾ, മോഹങ്ങൾ, ഇങ്ങനത്തെ പിന്നെ വിഷയങ്ങളല്ല ഈ കഥകൾ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ പിന്നെ ഈ ഒരു വ്യാജം നന്നായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു വിശുദ്ധ മക്കയിൽ. അതുകൊണ്ടാണ് പിന്നെ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരിക്കൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തു. ഒരിക്കൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിക്ക്. അയാൾ ഭയങ്കര ദുഷ്ടനായുള്ള നല്ല ഒരു വ്യക്തിത്വമായിരുന്നു വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി. അബൂജഹലും ഇദ്ദേഹമൊക്കെ പിതൃ സഹോദരങ്ങളുടെ മക്കളാണ്, ഖാലിദ് ഇബ്നുൽ വലീദ് ഇവരൊക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ആയത്തുകൾ കേട്ടപ്പോഴല്ലോ, പ്രത്യേകിച്ച് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഈദുകും ലഅല്ലകും തദക്കറൂൻ എന്നുള്ള ആയത്ത്, അത് ആ ആയത്തിലൊക്കെ ഉള്ള വിഷയങ്ങളുണ്ടല്ലോ, ഇത്ര ഗാംഭീര്യമുള്ള ഇത്ര പാഠങ്ങൾ ആണ് അതിലൊക്കെ ഉള്ളത്, ആയത്തുള്ളത്. ആ ആയത്ത് ഓതിയപ്പോഴാണ് അയാളാകെ എന്ത് ചെയ്തത്, പിന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കപ്പെട്ടിന്. തങ്ങളുടെ വിഷയത്തിൽ അയാളുടെ ആ കടുത്ത മനസ്സ് അങ്ങനെ തന്നെ മാറി, ഒരു നയമുള്ളവനായി, അതേപോലെ തന്നെ മയമുള്ളവനായി മാറി. അതോടുകൂടിയിട്ട് അബൂജഹലിനൊക്കെ ഇതായി, ഒന്ന് ബനു മഖ്സൂമാണ്. അപ്പോൾ അബൂജഹലും ആദ്യം ചെന്നിട്ട് വലീദിനോട് പറയാണ്, ഖുറൈശികളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും പൈസ ഉണ്ടാക്കി തരാൻ. ഖുറൈശികൾ ഒരു പണപ്പിരിവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങേക്ക് തരാൻ. അപ്പോൾ അതെന്തിനാ, മൂപ്പരെ ഇതാക്കാൻ, അതായത് പൈസക്ക് വേണ്ടിയിട്ടാണ് എവിടേക്ക് പോയത്, മുഹമ്മദിൻ്റെ അടുക്കലേക്ക് പോയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ കേട്ടത് എന്ന് മൂപ്പരെ പിന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കുറേശികളൊന്നായിട്ട് എല്ലാവരും പൈസ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പൈസക്ക് എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് എല്ലാവരും. അപ്പോൾ വലുത് പറയുകയാണ്, ഞാൻ കുറേശികളെ അക്സറുന്നാസിമാലൻ, കുറേശികളിൽ ഞാനാണ് ഏറ്റവും വലിയ സ്വത്തുള്ള ആൾ, എന്നിട്ട് എനിക്ക് പിന്നെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ ആവശ്യം എന്തെന്ന് ചോദിക്കണം. അല്ല, നിങ്ങൾ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് മുഹമ്മദിനെ കേട്ടു, അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ, പിന്നെ ഇതിനെതിരിൽ എന്തെങ്കിലും പറയണം, ഖുർആനെതിരിൽ നിങ്ങൾ എന്തെങ്കിലും പറയണം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ എന്ത് പറയും, കവിത ഷിഅർ എന്ന് പറയാൻ പറ്റും, ഇത് കവിത എന്ന് പറയാൻ പറ്റുമോ? അവർ ഞാൻ പിന്നെ അറബികളുടെ കവിതകൾ കേട്ടിട്ടുണ്ട്, ആ കവിതകളുടെ വസനുകൾ എനിക്കറിയാം, ഖസീദ് എനിക്കറിയാം, പ്രാസം, വൃത്തം, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഞാൻ ജിന്നുകളുടെ ഷീറുകൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പറയണ അഷാറുൽ ജിന്നുകളുടെ കവിതകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കവിതകളോടൊന്നും പിന്നെ ഒത്തതല്ല ഇത് അല്ല. പിന്നെ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സുപ്രസിദ്ധമായത് വാക്ക് എന്ത്, പിന്നെ ഇന്ന ലഹു ലഹലാവത്തുൻ വ ഇന്ന അലൈഹി ലതലാവത്തുൻ വ ഇന്ന അലാഹു ലമുസ്മിറുൻ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിഖുൻ വ ഇന്നഹു യഅലു വ ലാ യുഅല അലൈഹി എന്നൊക്കെ ഖുർആനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇതിനൊരു മാധുര്യമുണ്ട്, ഇതിനൊരു സൗന്ദര്യമുണ്ട്, ഇതിൻ്റെ ഉപരിപ്ലവ കാഴ്ച ഫലവത്താണ്, ഇതിൻ്റെ പിന്നെ മൂലവും അടിയും അത് വളക്കൂറുള്ളതാണ്, ഇത് മികച്ചു നിൽക്കും, ഇതിനെ മികച്ചു നിൽക്കാൻ ഒന്നുമില്ല എന്നൊക്കെ വലിയത് പറയുന്നത് അപ്പോഴാണ്. അപ്പോൾ പിന്നെ അബൂജഹൽ പറയുന്നത് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, എതിരിൽ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, മനസ്സിലായില്ലേ? അപ്പോഴാണ് എന്നാ ഇങ്ങനെ ആലോചിച്ചിട്ട് സിഹ്റു യുസർ എന്ന് പറയാം, സിഹ്റു യുസർ എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത് മലക്കം പറയുന്നത്. ആ സിഹ്റു യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ആളുകളെ വലീദിൻ്റെ ഭാഷയിൽ കുപ്പിയിലാക്കാൻ എടുത്തുദ്ധരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആളുകളെ വലയിലാക്കാനുള്ള മാസ്മരികത എന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം വളരെ സ്വാധീനിക്കപ്പെട്ടു വിശുദ്ധ ഖുർആനിൽ. ഇത് കബൂലാക്കാൻ മാത്രമായി, കാരണം ആ ആയത്താണ് ഇന്നല്ലാഹ യഅ്മുറു
ബിൽ അതിൽ വലിയ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാനിൽ ഫഹ്ഷ എന്ന് തുടങ്ങുന്ന ആയത്താണ് അതിൻ്റെ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുത്തത്. അല്ലേ? എന്നിട്ട് അദ്ദേഹം ഉണ്ടോ ഈ വിഷയത്തിൽ അദ്ദേഹം മാറി തൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ ഉള്ളിനെ വഞ്ചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇത് പരസ്യമായിട്ട് പറഞ്ഞ ആളുകളെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് സിഹ്റുൻ യുസർ എന്ന് പറയാമെന്ന് പറഞ്ഞു. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത് സൂറത്ത് മുദ്ദസ്സിറിൻ്റെ തുടക്കത്തിൽ അൽ കാഫിരീന ഗൈറു യസീർ ദർനി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലൻ മംദൂദ വബനീന ശുഹൂദ വമഹ്ഹത്തു ലഹു തംഹീദ സുമ്മ യത്മഉ അൻ അസീദ് കല്ല ഇന്നഹു കാന ലി ആയാതിന അനീദ സഉർഹിഖുഹു സഊദ ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നബർ സുമ്മ അബസ വബസർ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ എന്ന് പറഞ്ഞ അതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യൂസർ എന്ന് പറഞ്ഞത്. ഖൗലുൽ ബശർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മനുഷ്യൻ്റെ വാക്കാണ്, പക്ഷേ അള്ളാൻ്റെ പേരിൽ കെട്ടിപ്പറയാണ്. അള്ളാൻ്റെ പേരിൽ കെട്ടിപ്പറയാണ്, ഇത് മനുഷ്യന്മാരുടെ വാക്കാണ്. സിഹ്റു യൂസറാണ്. ഇതൊക്കെയാണ് വലീദ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സഉസ്ലീഹി സഖർ, അവന് നാം സഖർ എന്ന നരകത്തിൽ കിടത്തി കത്തിയരിയിക്കും. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19 എന്നൊക്കെ പറഞ്ഞത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ മിനന്നാർ. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം ഇത് ഹദീസുൻ യുഫ്തറ എന്നുള്ളത് പ്രത്യേകിച്ച് സൂറത്ത് യൂസുഫിൻ്റെ കഥയുടെ വിഷയത്തിൽ അത് പ്രചണ്ഡമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു വിശുദ്ധ മക്കയിൽ. പിന്നെ വിശുദ്ധ ഖുർആനെ കുറിച്ച് മൊത്തത്തിൽ അവർ പറയുന്ന വിഷയമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ കഥകളുടെ വിഷയത്തിൽ ഇയാളായിരുന്നു വില്ലൻ. എന്തിന്? കഥകളെ ഇത് ദിവ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ല ഈ കഥകൾ, ഇത് വ്യാജമായി പറഞ്ഞുണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ അതിൻ്റെ ഉദാഹരണമാണ്. ഞാനിത് അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മക്കാർക്ക് പേർഷ്യയിൽ നിന്ന് പോയി കേട്ട് പഠിച്ച് അത് ഈ ഇതുണ്ടല്ലോ, ഇവനുണ്ടാക്കിയ മുറിവുകൾ, ഇവനുണ്ടാക്കിയ പ്രശ്നങ്ങൾ, വ്രണങ്ങൾ, അതിൻ്റെ ഒരു ദുസ്വാധീനം വളരെ കടുത്തതായിരുന്നു, വലുതായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവനെ ബദറിൽ പിടിച്ചിട്ട് ബന്ദിയായിട്ട് പിടിച്ച് 2 പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദറിൽ ബന്ദികൾ പിടിക്കപ്പെട്ട 70 പേരിൽ വഴിയിൽ വെച്ചിട്ട് കാച്ചിയത്. ഇതൊന്ന് ഇവൻ, മറ്റൊന്ന് ഉഖബത്ത് ബിൻ അബി മുഅയ്ത് എന്ന് പറയുന്ന ദുഷ്ടൻ. രണ്ടും ഉണ്ടല്ലേ, ഒരു കാളൻ്റെ ഇടം വല വെച്ച് പൂട്ടാൻ പറ്റിയതല്ലേ, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അതിലിവൻ്റേതാണ് ഈ ഒരു വിഷയം. ഇത് ഭയങ്കരമായിട്ട് അവനായി ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ കഥകളെ എതിർക്കുന്ന, അതിനെ കളവാക്കുന്ന, കളിയാക്കുന്ന വിഷയത്തിൽ ഇവനായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ഇതാണ് സൂറത്ത് യൂസുഫിൻ്റെ അവസാനത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് നമ്മൾ 1.5 വർഷം ആയി അല്ലേ സൂറത്ത് യൂസുഫായിട്ട് നമ്മൾ 1.5 വർഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സമയത്തെ നമുക്ക് പരലോകത്തെ അനുകൂലമായ ഒരു സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശുദ്ധ സൂക്തം ഇതിൻ്റെ ബർക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിറം വെളിച്ചത്തിൽ നമ്മുടെ മനസ്സ് ദീപ്തിയിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരു സദസ്സിൽ, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഈ വിശുദ്ധ ഖുർആൻ വിഷയത്തെ പഠിക്കാൻ കൂടിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകൾ പൊറുക്കട്ടെ, തെറ്റുകളെ മാപ്പാക്കട്ടെ. ഇതിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പരിഹരിച്ച് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളോടൊപ്പം ഈ ഒരു സൂറത്തിൻ്റെ യാത്രയിൽ പലരും ഉണ്ടായി, പലരും നമ്മളിന്ന് കൊഴിഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ പ്രതിഫലം മഹത്തരമാക്കുമാറാവട്ടെ. അവർ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ്.